മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയിലേക്കും ധനവകുപ്പ് വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യുന്നതിലേക്കും കാര്യങ്ങൾ എത്തുന്നു അല്ലേ? അമൽ, മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏറ്റവും വെല്ലുവിളിയായിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മാറി നിന്ന രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം രമേശ് ചെന്നിത്തല ഏതെങ്കിലും ഒരു പ്രത്യേക പദവി തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. എന്നാൽ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ എത്തിക്കാനായി ഇടപെട്ടവർ, മധ്യസ്ഥം വഹിച്ചവർ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ തുടങ്ങിയ ആളുകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകണം എന്നതായിരുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുമ്പോൾ മുഖ്യമന്ത്രി ഏത് വകുപ്പായിരിക്കും വഹിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണ് ആഭ്യന്തരം കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും ഗ്ലാമർ വകുപ്പുകളിലൊന്നായ ധനവകുപ്പ് മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ധനവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ്. പ്രത്യേകിച്ചും കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ധനവകുപ്പിലേക്ക് ഉത്തരവാദിത്തത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ, മുഖ്യമന്ത്രി ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുമ്പോൾ അത് നിർണായകമായൊരു തീരുമാനമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായിട്ടാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. ധനമന്ത്രി എന്ന നിലയിലുള്ള ധനവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ പ്രാവീണ്യമുള്ള ആൾ കൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നേരത്തെ ധനപരമായ വിഷയങ്ങളിൽ നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും സംവാദങ്ങളിൽ ഏറ്റവും മൂർച്ചയേറിയ നിലപാടുകളും പുതിയ റെവലേഷൻസും നടത്തുന്ന ആളായിരുന്നു ഈ സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വകുപ്പിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ടാണ് ധനവകുപ്പ് അദ്ദേഹം ഏറ്റെടുക്കുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇതോടൊപ്പം മന്ത്രിസഭാ രൂപീകരണമായി പുറത്തുവരുന്ന മറ്റൊരു വിവരം, കോൺഗ്രസിൽ നിന്ന് ബിന്ദു കൃഷ്ണ ഈ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് ആദ്യമായി വിജയിച്ച് മന്ത്രിസഭയിലെത്തുന്ന ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 6 പേർ എന്ന നിലയിലേക്ക് 7 പേർ നിലയിലേക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവരുടെ പേരുകൾ മാറുകയാണ്. ബാക്കിയുള്ള പേരുകൾ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. ഇവരോട് വൈകുന്നേരം തീരുമാനം പറയാമെന്നാണ്. എന്നാൽ ഒറ്റ MLA മാത്രമുള്ള പാർട്ടിയായ CMP CP ജോണിന്റെ മന്ത്രിസ്ഥാനവും മുഴുവൻ ടീമും ഉറപ്പാണ്. അദ്ദേഹം ദീർഘകാലമായി UDF-നൊപ്പം ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. UDF-ന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പുതിയ കാഴ്ചപ്പാടും ദിശാബോധവും നൽകുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു MLA മാത്രമുള്ള പാർട്ടിയാണെങ്കിലും മന്ത്രിസ്ഥാനവും മുഴുവൻ ടീമും നൽകണമെന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ഘട്ടത്തിൽ ഈ മത്സരിച്ച ആളുകളെയൊക്കെ പരിഗണിക്കുമ്പോൾ UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ ധനവകുപ്പ് കൈകാര്യം ചെയ്യാനും മാത്രം പ്രാപ്തിയുള്ള നേതാവാണ് CP ജോൺ എന്നുള്ള വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയിരുന്നു. പക്ഷെ അതെന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാകുന്നു. വി.ഡി. സതീശനിലേക്ക് ധനവകുപ്പ് പോകുകയാണ്. അങ്ങനെ വരുമ്പോൾ CP ജോൺ ഏത് വകുപ്പിലേക്കാണ് പരിഗണിക്കപ്പെടുന്നത്? മാത്രമല്ല ഈ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുണ്ടല്ലോ, അവർക്കൊക്കെ ചെറിയ ഘടകകക്ഷികൾക്ക് പോലും ഒരു വകുപ്പിലേക്ക് എത്താം, അല്ലെങ്കിൽ ടേം വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ആ വകുപ്പുകളുടെ കാര്യം തീരുമാനമായിട്ടുണ്ടോ? പ്രധാന പാർട്ടികളുടെ വകുപ്പ് വിഭജനം പൂർത്തിയായ ശേഷം മാത്രമേ മറ്റ് പാർട്ടികളുടെ വകുപ്പ് വിഭജനങ്ങളിലേക്ക് വരികയുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ RSP തുടങ്ങിയ കക്ഷികളുടെ കാര്യത്തിലും തീരുമാനമായ ശേഷമേ CP ജോണിലേക്ക് കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 7 MLA-മാരുള്ള പാർട്ടി ആയതുകൊണ്ട് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്ന വകുപ്പ് ടൂറിസം, അതോടൊപ്പം തന്നെ ജലവിഭവം തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ്. എന്നാൽ അത് കൃഷി പോലുള്ള വകുപ്പുകളും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം വകുപ്പുകൾ ഒരുപക്ഷെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെ പറയാം. CP ജോണിലേക്ക് വന്നാൽ CP ജോണിന് ധനവകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും അനുഭവപരിചയവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു ചെറിയ ഘടകകക്ഷിയിലേക്ക് പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ നൽകുന്നതിന് കോൺഗ്രസ് ഒരിക്കലും ഒരുക്കമല്ല. കോൺഗ്രസ് അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് ആ ഘട്ടത്തിൽ തയ്യാറാകില്ല എന്ന കാര്യം ഉറപ്പാണ്. അത്തരമൊരു പോർട്ട്ഫോളിയോയിലേക്ക് പോകാനുള്ള അംഗബലമോ ഒന്നും CP ജോണിന്റെ പാർട്ടിക്കില്ല. അതുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ്, അദ്ദേഹത്തിന് സഹകരണ വകുപ്പും അടക്കമുള്ള വകുപ്പുകളായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എങ്കിൽ പോലും വകുപ്പുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ചെറിയ പാർട്ടികളുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ലീഗിന് 5 മന്ത്രിസ്ഥാനമുണ്ട് എന്ന കാര്യം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ബന്ധപ്പെട്ടവരോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. ലീഗ് 2011-16 കാലത്ത് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആ സ്റ്റാറ്റസ് കോ തന്നെ ലീഗിന്റെ കാര്യത്തിൽ നിലനിർത്തുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.